മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. യുകെയിലെ എല്ലാ NSS കുടുംബാംഗങ്ങൾക്കും എന്റെ സാദര പ്രണാമം. ആദരണീയ ശ്രീ ജയകുമാർജി, അതുപോലെ യുകെയിലെ മറ്റ് കുടുംബാംഗങ്ങള്, ഇന്ന് എത്തിച്ചേർന്ന എല്ലാവർക്കും ഈ ഒരു സത്സംഗത്തിലേക്ക് സ്വാഗതം. എന്താണ് സത്സംഗം? എന്തിനാണ് സത്സംഗം? പലപ്പോഴും നമുക്കൊക്കെ ജീവിതത്തില് ഈ സത്സംഗം എന്ന വാക്കൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ട് തരത്തിലാണ്. ഒന്നുകിൽ നമ്മുടെ പാരൻസിന്റെ ഒരു നിർബന്ധത്തിൽ പോയി അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നീട് നമ്മൾ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ വരുമ്പോൾ എവിടെയെങ്കിലും പോയി അറ്റൻഡ് ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ സത്സംഗം എന്നൊക്കെ പറയുന്നത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതും പങ്കെടുക്കുന്നതൊക്കെ. എന്നാൽ ജീവിതം എന്ന് പറയുന്ന ഈ യാത്രയിൽ ഇതിന്റെ ഒരു ആവശ്യകത നമുക്ക് ശരിക്കും നമ്മളൊന്ന് മനസ്സിരുത്തി ചിന്തിച്ചാൽ മനസ്സിലാവും. നമ്മുടെ പൂർവികന്മാരായ ഋഷിവര്യന്മാര് സത്സംഗം എന്ന് പറയുന്നത് കേവലം കുറെ ആചാര്യന്മാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കലല്ല. ആചാര്യന്മാരിൽ നിന്ന് നമ്മൾ ഗ്രാസ്പ് ചെയ്യേണ്ട കാര്യം, നമുക്ക് മരിക്കുന്നത് വരെയുള്ള ഒരു ജീവിതം, വൺ ഡേ വി ഹാവ് ടു ഡൈ, ദർ ഇസ് നോ ഡൗട്ട്. ആ എൻഡ് വരെയുള്ള ജീവിതം അത് എങ്ങനെയാവണം എന്ന് വി ക്യാൻ ഡിഫൈൻ, വി ക്യാൻ ഡിസൈഡ്. ഇപ്പൊ നമ്മുടെ ഒരു വിചാരം നമ്മൾ ഇന്ന് ജീവിക്കുന്ന പോലെ നാളെയും ആകുമെന്ന ഒരു ഇമാജിനേഷനാണ്, എക്സ്പെക്ടേഷനാണ്. നമ്മൾ സ്വയം ചോദിക്കുക, ആം ഐ പ്രിപ്പയർഡ് ഫോർ എനി പ്രോബ്ലംസ്, ഇഫ് എനി ചാലഞ്ചസ് കംസ്? നമ്മൾ ചോദിക്കുക. അപ്പൊ ഇന്നിപ്പോ കുട്ടികളൊക്കെ ജീവിക്കുന്നത് നോക്കൂ നിങ്ങൾ, നാളെ എന്തു വന്നാലും അവർ ഫേസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ രീതിയിലുള്ള ഒരു ഇമാജിനേഷനാണ്. പക്ഷെ റിയൽ ചാലഞ്ച് വന്നു കഴിഞ്ഞാൽ അവർ പലരും ഷാറ്റേർഡ് ആണ്, ബ്രേക്ക് ഡൗൺ ആണ്. ഇന്ന് കേരളത്തിലൊക്കെ ധാരാളം സൂയിസൈഡ് ഒക്കെ നിങ്ങൾ കാണുന്നില്ലേ? അതുപോലെ നമുക്ക് മറ്റ് സ്ഥലങ്ങളിലൊക്കെ പല രീതിയിലുള്ള ഡിപ്രഷൻ പോലുള്ള രോഗങ്ങളൊക്കെ ഒന്ന് കൂടി വരുന്നത് കാണും. അതൊക്കെ എന്തുകൊണ്ടാണ്? ചാലഞ്ചസ് വരുമ്പോൾ, പല പ്രോബ്ലംസ് വരുമ്പോൾ, നമ്മുടെ മുന്നിലുള്ള ഒബ്സ്റ്റക്കിൾസ് വരുമ്പോൾ നമുക്ക് അതിനെ ഓവർകം ചെയ്യാനുള്ള എവിടെയോ ചില കോൺഫിഡൻസ് കുറവാണ്. അപ്പോ നാളെ പ്രായമാകും, നമുക്ക് മെമ്മറി നമുക്ക് നഷ്ടപ്പെടാം, ഹെൽത്ത് നമുക്ക് ലൂസാവും. ഇങ്ങനെ പല ചാലഞ്ചസ് നമ്മുടെ കൂടെ വരുമ്പോൾ ആം ഐ റിയലി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്? എനിക്ക് ആ കോൺഫിഡൻസ് നിലനിർത്താൻ പറ്റുമോ? അപ്പോ ഞാൻ അതിന് എന്താണ് ചെയ്യേണ്ടത്? ഇതാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നത്. എന്റെ ജീവിതത്തിൽ ടിൽ ദ എൻഡ് ഹൗ ഐ ക്യാൻ മെയിൻറ്റെയിൻ ദ കോൺഫിഡൻസ്. അപ്പം അത് നമുക്ക് നിലനിർത്താൻ സാധിക്കും. യെസ്, അവിടെയാണ് സത്സംഗം നമുക്കൊരു വഴി കാണിക്കുന്നത്. മനുഷ്യന് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. മൃഗങ്ങൾക്കൊക്കെ ജസ്റ്റ് ദേ ഹാവ് ടു ലീവ് ടു ദ ഡെസ്റ്റിനി. അവർക്ക് അവരുടെ ചില നേച്ചേഴ്സ് ഇൻസ്റ്റിങ്ക്റ്റിനനുസരിച്ച് ജീവിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. എന്നാൽ നമുക്കതല്ല. നമുക്ക് ഏത് പ്രോബ്ലത്തിനെയും ഫേസ് ചെയ്യാൻ ചില മാനേജ്മെന്റ്, ചില പ്രാക്ടീസ് നമ്മൾ പരിശീലിക്കണം. അതുകൊണ്ട് രണ്ട് വാക്കുകൾ ഹിന്ദു മതത്തിന്റെ അടിസ്ഥാനമായിട്ടുണ്ട്. ഒന്ന് സത്സംഗമെന്നും രണ്ട് സാധനയെന്നും. ഈ സത്സംഗവും സാധനയും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ നമ്മുടെ ജീവിതം ടോട്ടലി ഡിഫറെന്റ് ആണ്. നിങ്ങളുടെ മുന്നിലുള്ള ഒബ്സ്റ്റക്കിൾസ് ഒന്നും പിന്നെ ഒബ്സ്റ്റക്കിൾസ് അല്ല. കാരണം വെൻ യുവർ മൈൻഡ് ഈസ് പ്രിപ്പയർഡ്, നിങ്ങൾ പ്രോബ്ലത്തിനെ അല്ല കാണാം, നിങ്ങൾ അതിനെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ കാണും. നിങ്ങൾക്ക് സൊല്യൂഷൻസ് ഉണ്ടാവും. നിങ്ങളുടെ മുന്നിൽ അതിനെ ഓവർകം ചെയ്യാനുള്ള പാത്ത് കാണും. നിങ്ങൾ നോക്കൂ, ലെറ്റ് us take ഭഗവത്ഗീത ഒരു എക്സാമ്പിൾ ആയിട്ട്. അവിടെ ഇന്ന് നമുക്ക് ഭഗവത്ഗീതയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ വായിക്കേണ്ട പുസ്തകമാണ്. എനിക്ക് NSS UK ഓർഗനൈസേഷനൊക്കെ പറയാനുള്ളത്, നമുക്ക് വി ഹാവ് ടു എഡ്യൂക്കേറ്റ് അവർ ചിൽഡ്രൻ, എസ്പെഷ്യലി ഭഗവത്ഗീത. കാരണം മറ്റു റിലീജിയൻ ഒക്കെ നോക്കൂ. ഇപ്പൊ നിങ്ങൾ UK നോക്കൂ. UK നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സത്യം, ഒരു 90% അവിടുത്തെ നേറ്റീവ്സ് എന്ന് പറയുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, ദേ ആർ ജസ്റ്റ് ലീവിംഗ് റിലീജിയൻ. അവർക്കൊന്നും ന്യൂട്രലായി, അവർക്കൊന്നും നോൺ ബിലീവേഴ്സ് ആണ്. ദേ ഡോണ്ട് വാണ്ട് ടു ബിലീവ് ഇൻ ഗോഡ്. ബട്ട് യു സീ, അതിന്റെ വേറൊരു ഭാഗം എന്ന് പറയുന്നത് ഇസ്ലാം മൈൻഡ് വളരെ ഡെവലപ്പ് ചെയ്യാണ്. അവര് കുട്ടികളെ വളരെയധികം അവര് റിലീജിയൻ പഠിപ്പിച്ച് അവര് വളരെ, നിങ്ങൾക്ക് അറിയാലോ അവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്. അപ്പോ
എന്തു പറ്റി? ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പോലും അവർക്ക് ഇപ്പൊ ഇസ്ലാം മതത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു വശത്ത് ക്രിസ്ത്യൻ മതത്തിന് അങ്ങനെ അഗ്രസീവ് ആവാൻ പറ്റുന്നില്ല, വേറൊരു വശത്ത് ഇസ്ലാം മതം വളരെ അഗ്രസീവായി വളരും. അപ്പൊ നാളെ നമ്മുടെ കുട്ടികൾ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഒരു അറിവുമില്ലാതെ പോയാൽ അപ്പൊ അവരുടെ മുന്നിൽ പലതരത്തിലുള്ള റിലീജിയസ് ചിന്തകളും വരും. അന്നൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അവർ സൊല്യൂഷൻ കണ്ടെത്തുന്നത് ഇതര മതങ്ങളിലായിരിക്കും. കാരണം നമ്മൾ നമ്മുടെ വഴി കാണിച്ചു കൊടുത്തിട്ടില്ല. അപ്പൊ അവർക്ക് എന്തായാലും നാളെ അവർക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നിരിക്കും. എല്ലാവർക്കും വന്നിട്ടുണ്ട്, ആർക്കും വരാത്തതായിട്ട് വരില്ല. കാരണം ഇന്നത്തെ കാലത്ത് മനുഷ്യന്റെ കൂടെ ജീവിക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ടു ഹാൻഡിൽ ദ മൈൻഡ് ഓഫ് ദ അതർ പേഴ്സൺ. നമുക്ക് എല്ലാവർക്കും അവരവരുടെ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, അവരവരുടെ സ്പേസ് ഉണ്ട്. ഇപ്പൊ ഒരു വീട്ടിൽ തന്നെ നോക്കൂ നിങ്ങൾ, ഒരു അച്ഛനും അമ്മയ്ക്കും മക്കളോട് എത്രമാത്രം കംപ്ലീറ്റ്ലി ഒരു കെയർ ചെയ്തും ഹെൽപ്പ് ചെയ്തും പോകാൻ പറ്റുന്നുണ്ട്, അണ്ടർസ്റ്റാൻഡ് ചെയ്തും പോകാൻ പറ്റുന്നുണ്ട്. നമ്മളങ്ങനെ ജീവിക്കുകയാണ്. കാരണം പലരുടെയും ബിഹേവിയർ, ചിലർ വളരെ അഡമന്റ് ആണ്, ചിലർ വളരെ സെൽഫിഷ് ആണ്, ചിലർ വളരെ കോപ്പറേറ്റീവ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു നേച്ചറുള്ള ലോകത്തില് നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാവരും ആവുകയില്ല. അപ്പൊ ഏതു തരം മൈൻഡിനെയും അഡ്ജസ്റ്റ് ചെയ്യാൻ, ഏതു തരം മൈൻഡിനോടും നമുക്ക് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോവാൻ സാധിക്കണമെങ്കിൽ അതിന് ചില മെന്റൽ എബിലിറ്റി വേണം. അതില്ലാതെ വരുമ്പോഴാണ് നമ്മൾ റിലീജിയൻ ആവശ്യപ്പെടുന്നത്. അമ്പലത്തിൽ പോകുന്നു, അമ്പലത്തിൽ പോയിട്ട് നമുക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ അപ്പോഴാണ് പലരും പല റിലീജിയസ് സെന്ററിൽ പോവുക. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ആൻസർ ഇല്ലാതെ പോകരുത്. അപ്പൊ അവിടേക്കാണ് ഭഗവത്ഗീത നമുക്ക് യൂസ്ഫുൾ ആയി മാറുന്നത്. അപ്പൊ ഭഗവത്ഗീതയിലേക്ക് നിങ്ങൾ നോക്കൂ, അർജുനൻ യുദ്ധക്കളത്തിലേക്ക് വരുന്നു. അത് ടിപ്പിക്കൽ ഇന്നത്തെ ഒരു യങ് ലൈഫിനെ കാണിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഭഗവത്ഗീത ഇന്നത്തെ ഒരു മോഡേൺ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ കുട്ടികളുടെ ലൈഫാണ് ഭഗവത്ഗീതയില് ഭഗവാൻ കൃഷ്ണൻ നമുക്ക്, അല്ലെങ്കിൽ വേദവ്യാസ മഹർഷി നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ അർജുനൻ യുദ്ധക്കളത്തിലേക്ക് വരുമ്പം നമ്മൾ ഇന്നത്തെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, ഈ യുദ്ധക്കളം എന്ന് പറയുന്ന ലൈഫാണ്, അല്ലാതെ നോട്ട് ജസ്റ്റ് ലൈക്ക് കുരുക്ഷേത്ര യുദ്ധഭൂമിയല്ല. അതൊരു പിക്ചർ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇന്നത്തെ ലൈഫില് അർജുനൻ യുദ്ധക്കളത്തിലേക്ക് വരുമ്പോ പറയുന്നു, കൃഷ്ണ സേനയോർ ഉഭയോർ മധ്യേ രഥം സ്ഥാപയ, രണ്ട് സൈന്യത്തിന്റെ നടുക്കൂടെ രഥം നിർത്തും. അപ്പൊ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇന്നത്തെ ലൈഫ് സിസ്റ്റത്തില് അച്ഛനോടും അമ്മയോടും മക്കൾ പറയാണ്, നത്തിങ് ടു വറി, അമ്മേ ഡോണ്ട് വറി, ഐ ക്യാൻ മാനേജ്, ഐ ക്യാൻ ഹാൻഡിൽ. അപ്പൊ ആ തരത്തിലൊരു കോൺഫിഡൻസ്, എന്ത് വന്നാലും ഐ ക്യാൻ മാനേജ്, ഐ ക്യാൻ മാനേജ്, ഐ ക്യാൻ ഡു എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തുകൊണ്ട് എല്ലാവരും ഒരു കോൺഫിഡൻസിൽ അങ്ങോട്ട് യാത്ര ചെയ്യണം. കോൺഫിഡൻസ് വേണം, പക്ഷെ ഇത് ഫൂളിഷ് കോൺഫിഡൻസ് ആണ്, ഇതൊരു ഇമ്മച്വർ കോൺഫിഡൻസ് ആണ്. കാരണം നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ കേപ്പബിൾ ആണെന്നാണ്. അർജുനൻ അതാ വിചാരിച്ചു, അർജുനൻ കേപ്പബിൾ ആണെന്ന്. അങ്ങനെ യുദ്ധക്കളത്തിലെത്തി ഭഗവാൻ കൃഷ്ണൻ കൽപ്പിച്ചുകൂട്ടി ആ രഥത്തെ. അർജുനൻ വിചാരിച്ചത് രഥം ദുര്യോധനന്റെയോ ദുശാസനന്റെയോ മുന്നിൽ കൊണ്ടു നിർത്തുന്നതാണ്. പക്ഷെ ഭഗവാൻ കൃഷ്ണൻ കൊണ്ടു നിർത്തിയത് ദ്രോണരുടെയും ഭീഷ്മരുടെയും മുന്നിലാണ്. കാരണം ഈ ചാലഞ്ചുകളെ ഫേസ് ചെയ്യാൻ, ഓവർകം ചെയ്യാൻ, അല്ലെങ്കിൽ ടാക്കിൾ ചെയ്യാനുള്ള എബിലിറ്റി അർജുനനില്ല എന്ന് കൃഷ്ണൻ അറിയാം. അപ്പൊ ഇവിടെ നാം പഠിക്കേണ്ടത് എന്താണ്? കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, നമ്മൾ ഓവർ കോൺഫിഡൻസോടുകൂടി ലോകത്തിലേക്ക് ഇറങ്ങിയാലും കാലം എന്നൊരു ശക്തി നമ്മൾ പ്രതീക്ഷിച്ചതല്ല നമുക്ക് തരിക. നമ്മുടെ മുന്നിലേക്ക് വരുന്ന എക്സ്പീരിയൻസ് ടോട്ടലി ഡിഫറെന്റ് ആവും. അതാണ് കൃഷ്ണൻ അർജുനന് കൊടുക്കുന്ന ഡിഫറെന്റ് എൻവയറമെന്റ്. ഇതുപോലെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത പല ചാലഞ്ചുകൾ. ഇപ്പൊ നോക്കൂ, നിങ്ങൾ ഒരു കാലത്ത് നിങ്ങൾ UK വന്ന സമയത്ത് നിങ്ങൾ കണ്ട UK അല്ല ഇന്നത്തെ UK, ടോട്ടലി ഡിഫറെന്റ് ആയി. അന്നത്തെ UK എന്ന് പറയുന്നത് കുറെ കൂടിയും മനുഷ്യരായിട്ട് ജീവിച്ചിരുന്ന കാലമാണ്. ഇപ്പൊ UK എന്ന് പറഞ്ഞാൽ വളരെ റിലീജിയസ്, കുറെ ഫണ്ടമെന്റലിസ്റ്റുകൾ വളർന്ന് അവിടുത്തെ ഗവൺമെന്റിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ ചുറ്റും, UK എന്ന് പറയുന്നത് എപ്പോഴാ പൊട്ടുന്നു എന്നുള്ള അറിയാൻ പറ്റില്ല. കാരണം അത്രമാത്രം അവിടെ ഒരു ഇസ്ലാമൈസേഷൻ ഒക്കെ വന്നു കഴിഞ്ഞു. ഇത് കാശ്മീരിന്റെ ഒരു അവസ്ഥയാണ് ഇപ്പൊ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എങ്ങനെയാണ് നോക്കൂ നിങ്ങള്. അതുകൊണ്ട് ഇന്നിപ്പോ ഒരുപാട് കുട്ടികൾ അങ്ങോട്ട് വരുന്നു ജോലിക്ക് വേണ്ടി. അവിടെ ചിലർക്ക് ജോലി കിട്ടുന്നു, ചിലർക്ക് ജോലി ഇല്ല, കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും. അപ്പൊ ഇനി നിങ്ങളുടെയൊക്കെ കുട്ടികൾ വളർന്നു വരുമ്പോഴേക്കും അവർക്കൊരു പ്രോപ്പർ എംപ്ലോയ്മെന്റ്, ഇതൊക്കെ
നമ്മള് മുന്നോട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, നമുക്ക് കിട്ടുന്ന ഒരു എൻവയറമെന്റ് അത് നമ്മൾ പ്രതീക്ഷിച്ചതല്ലെങ്കിൽ അതാണ് അർജുനന്റെ മുന്നിലുണ്ടായ ഒരു ചാലഞ്ച്. അപ്പൊ കൃഷ്ണൻ ചോദിച്ചു അർജുനോട്, അർജുന നീ കോൺഫിഡന്റ് ആണോ? റെഡിയല്ലേ യുദ്ധം ചെയ്യാൻ? ആർ യു റെഡി? പിന്നെയാണ് അർജുനന്റെ തനി സ്വഭാവം അല്ലെങ്കിൽ തനി സ്വരൂപം കൃഷ്ണൻ കാണുന്നത്. നമ്മൾ പറയില്ലേ, ആള് വളരെ ഇതായിട്ട് പോയി, പക്ഷെ ആള് മെന്റലി കൊലാപ്സ്ഡ് ആയി എന്ന് പറഞ്ഞ പോലെ അർജുനൻ അങ്ങോട്ട് കൊലാപ്സ്ഡ് ആയി. അർജുനൻ ഷാറ്റേർഡ് ആയി. അർജുനൻ പറഞ്ഞു, എനിക്ക് ഇവരെ ഒന്നും കൊല്ലാൻ പറ്റില്ല കൃഷ്ണ. എന്തിനാണ് ഇവർക്ക് കൊല്ലുന്നത്? ഇവരെ കൊന്നിട്ട് എന്ത് കിട്ടാനാണ്? അത് അർജുനൻ വളരെ ഫിലോസഫിക്കലായി. അപ്പോഴാണ് കൃഷ്ണൻ പറഞ്ഞത്, നീ ഫിലോസഫിക്കലൊന്നല്ല, വാസ്തവത്തിൽ നീ നിന്റെ ഇന്നബിലിറ്റിയാണ്, നിന്റെ ഇൻകേപ്പബിലിറ്റിയാണ്, നിന്റെ ഫൂളിഷ്നെസ് ആണ്, നിന്റെ വീക്ക്നെസ് ആണ് നിന്നെ കൊണ്ട് ഇങ്ങനെ ഫിലോസഫി പറയിപ്പിക്കുന്നത്. നിനക്ക് ഈ കാര്യത്തെ ഫേസ് ചെയ്യാനുള്ള ശരിക്കുള്ള റിയൽ കോൺഫിഡൻസ് ഇല്ല. അതാണ് നമുക്ക് കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മളൊരു ജീവിതത്തിൽ ഒരു പരാജയം വരും, അല്ലെങ്കിൽ പരാജയമല്ല, ഒരു വിഷമം വരുമ്പോൾ, ഇന്ന് ഈ തരത്തിൽ അർജുനൻ ജസ്റ്റിഫൈ ചെയ്ത്, അല്ലെങ്കിൽ അർജുനന്റെ ഫിലോസഫി എന്ന് പറയുന്നത് ഇന്നത്തെ ഡിപ്രഷനാണ്. ഇന്ന് ന്യൂ ജനറേഷന്റെ ഡിപ്രഷനാണ്. അവരാരോടും സംസാരിക്കില്ല. അവര് കുറെ ജനറസ് ആയിട്ട് പറയും, ഇന്നത്തെ കാലത്ത് ആരെയും സ്നേഹിച്ചിട്ട് കാര്യമില്ല, കാരണം സ്നേഹിച്ചവരെ വിട്ടിട്ട് പോകുന്നു, അല്ലെങ്കിൽ ഇന്ന് ആരോടും ഒരു ഹെൽപ്പ് ചെയ്തിട്ട് കാര്യമില്ല, ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല, ആർക്കും സിൻസിയറിറ്റി ഇല്ല, ഓണസ്റ്റ് അല്ല എന്നൊക്കെ കുറെ ബ്ലെയിം ചെയ്ത് അവസാനം ഡിപ്രഷനിൽ പോയി. ആ തരത്തിലുള്ള ഒരു ജനറേഷനാണ് നമ്മുടെ മുന്നിലുള്ളത്. അർജുനൻ അന്ന് ജസ്റ്റിഫൈ ചെയ്ത് ഇന്ന് വേറെ രീതിയിൽ ജസ്റ്റിഫൈ ചെയ്യുന്നു. അർജുനൻ ഡിപ്രഷനിൽ പോയില്ല, ഇവിടെ നമ്മുടെ സമൂഹം ഡിപ്രഷനിൽ പോവാണ്. ഇതാണ് പല റിലീജിയസ് ഗ്രൂപ്പുകളും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. ഇതാണ് എപ്പോഴും ഈ ഇസ്ലാമിക് കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടല്ലോ, പലരെയും പ്രേമത്തിൽ വീഴ്ത്തിക്കൊണ്ട് നിങ്ങൾ ലവ് ജിഹാദൊക്കെ കേട്ട് കാണും. അപ്പൊ വീട്ടിൽ വേണ്ടത്ര കെയറിങ് ഉണ്ടാവില്ല, വീട്ടിൽ വേണ്ടത്ര സ്നേഹം ഉണ്ടാവില്ല. ഇത് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് ഒരുത്തനെ പറഞ്ഞയച്ചിട്ട് ഈ പെൺകുട്ടിയെ വളരെയധികം സ്നേഹിച്ചു മയക്കി. ഈ കുട്ടിയായിരിക്കും, എന്റെ അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്ത സ്നേഹമാണ് ഇവരൊക്കെ തരുന്നത്, പക്ഷെ ഇതൊരു വലിയ ട്രാപ്പാണെന്ന് ആ കുട്ടി അറിയുന്നില്ല. ഇതുപോലെ പലപ്പോഴും നമ്മുടെ കുട്ടികൾ അവസാനം എവിടെ എത്തിച്ചേരുമെന്ന് പലർക്കും അറിഞ്ഞുകൂടാ. ഒരു കാര്യം എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഡോണ്ട് ലീവ് ഇൻ എ ഫൂളിഷ് കോൺഫിഡൻസ്. അതാണ് നമ്മുടെ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ ശാപം. നമ്മളൊരു അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക, അല്ലെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒക്കെ ദൈവം നോക്കുന്നുള്ളത് അബ്സല്യൂട്ട് ഫൂളിഷ് കോൺഫിഡൻസ് ആണ്. നിങ്ങൾ പഠിക്കണം, ഗീതയൊക്കെ പഠിക്കണം, സാക്ഷാൽ കൃഷ്ണൻ പറയുന്നത് കേൾക്കണം, ശ്രീമദ് ഭാഗവതൊക്കെ കേൾക്കണം, ആചാര്യന്മാരുടെയൊക്കെ പ്രഭാഷണം യൂട്യൂബിൽ കേൾക്കണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മള് ഫൂളിഷ് കോൺഫിഡൻസിൽ ജീവിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ മുന്നിൽ പ്രശ്നങ്ങൾ വരും. നമ്മുടെ കുട്ടികൾ നാളെ ഫേസ് ചെയ്യുന്ന പല പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്ന, അവരെ മിസ്ഗൈഡ് ചെയ്യാൻ പറ്റുന്ന, അവരെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പുകൾ പുറത്തുണ്ട്. ആ ഗ്രൂപ്പിന്റെ കയ്യിൽ പെട്ടിട്ട് പിന്നെ നിങ്ങൾ കരയരുത്, അയ്യോ എന്റെ കുട്ടി ഇങ്ങനെ പോയല്ലോ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്റെ കുട്ടികൾ ആ വഴിക്കൊക്കെ പോകുന്നുള്ളത്. അതെന്തേ പിന്നീട് അങ്ങനെ കരയേണ്ടി വന്നത്? അപ്പൊ പ്രോപ്പർ സമയത്ത് നമുക്ക് നമ്മുടെ ജനറേഷനെ ഒരു ഗൈഡ് ചെയ്യാൻ പറ്റിയില്ല. ഇത് നമ്മൾ ഇന്ന് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം എന്താ അറിയൂ, നമ്മുടെ ഈവൻ കേരളത്തിലെ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് നമ്മുടെ ഹിന്ദു സമൂഹം അവരൊക്കെ ഉണ്ടല്ലോ ഓവർ കോൺഫിഡൻസിൽ ജീവിച്ച് അവസാനം വേണ്ടാത്ത ഒരു ഗ്രൂപ്പുകളിലൊക്കെ പെട്ട്. അടുത്ത ദിവസം നിങ്ങൾ കണ്ടു കാണാം, ഒരു ആയുർവേദ ഡോക്ടർമാർ 2 പേരും, അതുപോലെ ഒരു ടീച്ചർ, ഇവരൊക്കെ ഒരു വേണ്ടാത്ത ചിന്തയിൽപ്പെട്ട അവസാനം അരുണാചൽ പ്രദേശിൽ പോയി സൂയിസൈഡ് ചെയ്യുന്നുള്ള ഒരു വാർത്ത. വളരെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഡോക്ടർമാര്, ഇവരൊക്കെ അന്യഗ്രഹത്തിൽ ജീവിതം ഉണ്ടെന്ന് ആരോ പറഞ്ഞ ഡോക്ടർമാരാണ്. നോക്കണം, എഡ്യൂക്കേറ്റഡ് ഡോക്ടേഴ്സ്, ഇവരൊക്കെ എഡ്യൂക്കേറ്റഡ് ആണെന്ന് എങ്ങനെയാ പറയാ? ഇങ്ങനെ അന്യഗ്രഹത്തെ കുറിച്ച് അവർക്കൊരു എവിഡൻസ് ഉള്ള സയൻസിന്റെ ഒരു ബലം എനിക്ക് വേണ്ടേ? ഈ തരത്തിലുള്ള കുറെ ഫൂളിഷ്നെസ്സിലേക്ക് പോവാൻ കാരണം എന്താണ്? ഒരു കൺവിക്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല, ക്ലാരിറ്റി കൊടുക്കാൻ പറ്റിയില്ല. ഒരു ക്ലാരിറ്റിയും കൺവിക്ഷനും ചെറുപ്പത്തിലേ ഉള്ളവരെ വഴിതെറ്റിക്കാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ടാണ് കൃഷ്ണൻ ആവർത്തിച്ച് പറഞ്ഞത്, സത്സംഗം വേണം. സത്സംഗത്തിലൂടെ മാത്രമേ ജ്ഞാനം ഉണ്ടാവുള്ളൂ, അറിവുണ്ടാവുള്ളൂ. അറിവുള്ളവരെ വഴിതെറ്റിക്കാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ആ അറിവാണ് നമുക്ക് കുട്ടികളിലേക്ക് പകരേണ്ടത്. നഹി ജ്ഞാനേന സദൃശം പവിത്രമിക വിദ്യതേന. ജ്ഞാനത്തിന് സദൃശമായി ജീവിതത്തെ പവിത്രീകരിക്കാൻ ഇവിടെ എന്താ ഉള്ളത്? അതുകൊണ്ട് നമ്മള് ജനറേഷനിലേക്ക് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അതുകൊണ്ട് എനിക്ക് NSS പ്രവർത്തകരോട് പറയാനുള്ളത്, ദ റൈറ്റ് ടൈം യു ഹാവ് ടു
റേസ് ആൻഡ് അവേക്ക്. സ്വാമി വിവേകാനന്ദജി പറഞ്ഞ വാക്ക് ഇപ്പോഴാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. കാരണം നമുക്ക് നമ്മുടെ ജനറേഷനിലേക്ക് നോക്കുക, നമ്മുടെ കുട്ടികളിലേക്ക് നോക്കുക, വരുന്ന തലമുറകളിലേക്ക് നോക്കുക. അവരുടെ മുന്നിൽ ചാലഞ്ചുകൾ ഉണ്ടെന്ന് റിയലൈസ് ചെയ്യുക. ഈ ചാലഞ്ചുകൾ അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അവർ മെന്റലി ഡൗൺ ആയി കഴിഞ്ഞാൽ അവരെ അട്രാക്ട് ചെയ്യാനുള്ള ഫോഴ്സുകൾ അപ്പുറത്തുണ്ടെന്ന് മനസ്സിലാക്കുക. ഈ ഫോഴ്സുകളുടെ പിടിയിൽപ്പെട്ട് കഴിഞ്ഞാൽ നാളെ അവര് നിങ്ങളെ ബ്ലെയിം ചെയ്യും, അവര് നിങ്ങളെ കുറ്റപ്പെടുത്തും. നിങ്ങൾ നോക്കൂ, എനിക്കൊരു വളരെ വിഷമം വന്നത്, ഞാനിതൊക്കെ സത്യസന്ധമായി എന്റെ ഹൃദയത്തിൽ നിന്ന് പറയാണ്. ഒരു നായർ കമ്മ്യൂണിറ്റിയിലെ പെൺകുട്ടി, അവൾ മെഡിസിൻ പഠിക്കുമ്പോഴാണ് അവളെ ഈ ജിഹാദികള് അവളെ അട്രാക്ട് ചെയ്തത്. അവൾക്ക് കുറെ പ്രശ്നം ഉണ്ടായിരുന്നു അവളുടെ പഠനത്തിൽ. മെഡിസിൻ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഉണ്ടാവുന്ന സ്ട്രെസ്സുകളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഈ സ്ട്രെസ്സുകളൊക്കെ വീട്ടുകാരോട് പറയുമ്പോൾ, ഓ നീ പഠിച്ചോ, എത്ര പൈസയാണ് ഞങ്ങൾ ചെലവഴിക്കുന്നത്, വി ആർ സ്പെൻഡിങ് സോ മച്ച് മണി, സോ ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി സ്റ്റഡി. ഈ കുട്ടിക്ക് സ്നേഹം കൊടുത്തില്ല, കെയർ കൊടുത്തില്ല, ഒരു പാച്ചിങ് കൊടുത്തില്ല. അപ്പോഴാണ് ഒരു മുസ്ലിം പയ്യൻ ഈ പെണ്ണുമായിട്ട് അങ്ങനെ അവളെ കുറെ കൗൺസിലിംഗ് ചെയ്യുന്നു. അവളെ എങ്ങനെ പറഞ്ഞു ആ പയ്യൻ അവളെ വീഴ്ത്തിക്കളഞ്ഞു. അതാണ് സ്നേഹം എന്ന് ആ പെണ്ണ് തെറ്റിദ്ധരിച്ചു. അവസാനം അവൾ ആ ട്രാപ്പിൽപ്പെട്ട് പിന്നെ അവൾക്ക് പഠിക്കണ്ട, അവന്റെ കൂടെ ജീവിച്ചാൽ മതി. ഇതെല്ലാം കൂടി വീട്ടിലെത്തി. അപ്പോഴാണ് അമ്മയും അച്ഛനും കരഞ്ഞിട്ട് എന്റെ അടുത്തൊക്കെ വരുന്നത്. എന്നോട് പറയണം, സ്വാമി എങ്ങനെയെങ്കിലും എന്റെ മകളെ രക്ഷിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ സൂയിസൈഡ് ചെയ്യും. അപ്പൊ നോക്കൂ, എവിടെ ഇതാരാണ് എത്തിച്ചത്? ആ മകളാ മറ്റവന്റെ കയ്യിൽ പോയി ആരാ പെടുത്തിയത്? ഈ അച്ഛനും അമ്മയല്ലേ? അവര് നേരത്തെ തന്നെ ഇത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ കുട്ടിക്ക് ഇങ്ങനെ സ്ട്രെസ് ഉള്ളത് കൊണ്ടാണ് അവളിങ്ങനെ വിഷമങ്ങൾ പറയുന്നത്. ഈ സമയത്ത് അവളുടെ മൈൻഡിനെ ഞങ്ങളൊന്ന് പ്രൊട്ടക്ട് ചെയ്യണം, കെയർ ചെയ്യണം, ആ വേണ്ട അറ്റൻഷൻ കൊടുക്കണം. അന്ന് അവളെ വെറുതെ ചീത്ത വിളിച്ചിട്ട് വി ആർ സ്പെൻഡിങ് സോ മച്ച് മണി, യു നോ ഹൗ വി ആർ സ്പെൻഡിങ് മണി എന്നൊക്കെ പറഞ്ഞ ആ കുട്ടിയെ വെറുതെ ദേഷ്യപ്പെട്ടിട്ട് ഇന്നിപ്പോ കുട്ടി കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോഴാണ് അവര് കരയുന്നത്, മകള് പോയി എന്നുള്ളത്. അപ്പൊ ആ മകൾ എന്നോട് ചോദിക്കുകയാണ്, എന്റെ സ്വാമി, നിങ്ങൾ ഈ സ്ട്രെസ്സിലൂടെ പോയാൽ, നിങ്ങളെ ഒരാൾ പ്രൊട്ടക്ട് ചെയ്താൽ, നിങ്ങൾ അയാളെ മറക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് അയാളെ ഒഴിവാക്കാൻ പറ്റുമോ? എന്നിട്ട് ആ കുട്ടി ചോദിച്ച ചോദ്യം എന്നോടെന്താ അറിയോ? നോക്കൂ, കർണനെ ദുര്യോധനൻ സഹായിച്ചപ്പോൾ കർണനോട് അമ്മ പറഞ്ഞു, കുന്തി ദേവി പറഞ്ഞു, കർണ നീ എന്റെ മകനാണ്, തിരിച്ചു വരൂ എന്നൊക്കെ പറഞ്ഞപ്പോ ആ കർണൻ അമ്മയോട് പറഞ്ഞ വാക്കുകൾ എന്താണെന്നറിയോ? നിങ്ങൾക്ക് വേണ്ടാത്തോണ്ടല്ലേ എന്നെ ഒഴുക്കി വിട്ടത്, എന്നിട്ട് എന്നെ സ്വീകരിച്ച ദുര്യോധനൻ, അയാൾ എനിക്ക് എല്ലാ മാനവും എനിക്ക് രാജ്യമൊക്കെ തന്നു. ഞാൻ ആരെയാണ് സ്വീകരിക്കേണ്ടത്, ആരെയാണ് ഉപേക്ഷിക്കേണ്ടത്? ഈ ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ എന്താ ഉത്തരം പറയാ? ഇവിടെ കർണൻ, അമ്മ പറയുന്നു നീ എന്റെ അടുത്തേക്ക് വരണമെന്ന്. കർണനെ അമ്മ ഉപേക്ഷിച്ചതാണ്, ഒഴുക്കി വിട്ടതാണ്. ഒഴുക്കി വിട്ട അമ്മയുടെ കൂടെ പോകണം, സ്വീകരിച്ച ദുര്യോധനന്റെ കൂടെ പോകണം. എന്താ നിങ്ങൾ ഉത്തരം പറയാ? ഇത് തന്നെയാണ് ഈ അമ്മയുടെയും അച്ഛന്റെയും മുന്നിൽ ആ പെൺകുട്ടി അവതരിപ്പിച്ചത്. അങ്ങനെ ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു, കാര്യമൊക്കെ ശരിയാണ്. ദുര്യോധനന്റെ കാര്യത്തിൽ ദുര്യോധനൻ വേറെ മോട്ടീവ് ഒന്നുമില്ല, അയാൾക്ക് രാജ്യം കിട്ടണമെന്നേ ഉള്ളൂ. പക്ഷെ നിന്നെ മതം മാറ്റി, നിന്റെ ഒരു ജീവിതം തന്നെ മാറ്റിമറിക്കാൻ ഇവർക്ക് സാധിക്കും. നീ ഒരു കാര്യം ചെയ്യൂ, അവനെ ഇങ്ങോട്ട് കൊണ്ടുവരൂ, ഹിന്ദുമതത്തിലേക്ക് കൊണ്ടുവരും. നമുക്ക് അച്ഛനോടും അമ്മയോട് പറഞ്ഞ് കല്യാണം കഴിപ്പിക്കാനോ? അവൻ ഹിന്ദുമതം സ്വീകരിക്കാൻ തയ്യാറാണോ? അതവൻ തയ്യാറുമില്ല. അപ്പൊ നോക്കൂ, അവന് വേണ്ടിയിട്ട് നീ മതം മാറാം. നിനക്ക് വേണ്ടി അവൻ മതം മാറില്ലെങ്കിൽ നാളെ അവന് വേണ്ടി അവൻ വേറൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ നിന്നെ ഉപേക്ഷിക്കാൻ അവനെന്താ പ്രയാസം ഉണ്ടാവുക? അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴാണ് ആ കുട്ടിക്ക് ചെറിയൊരു ഡൗട്ട് വന്നത്. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, നിനക്കും അവനും റിലീജിയൻ ഇല്ല എന്ന് എഴുതി വാങ്ങിച്ചിട്ട് അങ്ങനെ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ ഞാൻ കൂട്ടുനിൽക്കാം എന്നൊക്കെ പറഞ്ഞപ്പം ആ പയ്യൻ പറഞ്ഞ പരിപാടികളേ ഇല്ല, എന്റെ റിലീജിയൻ വിട്ടുള്ള കളിയില്ല. അപ്പൊ അതെന്താണ്? ചെറുപ്പത്തിലെ അവൻ ആ റിലീജിയസ് ഒരു കൺവിക്ഷൻ കൊടുക്കാൻ അവരുടെ അച്ഛനും അമ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട്, അവരുടെ മതത്തിന് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ ഒരു കൺവിക്ഷൻ കൊടുക്കാൻ, ഒരു സ്ട്രെങ്ത് കൊടുക്കാൻ നമുക്ക് പറ്റിയില്ല. നമ്മുടെ കുട്ടികളാ കിടന്ന് ആടുന്നത്. അതുകൊണ്ട് അച്ഛനും അമ്മയും നരകത്തിലാവുന്നു, ജീവിതം മുഴുവൻ ദുഃഖിച്ച് തീർക്കുകയാണ്. പിന്നെ മകള് പോയി എന്നും പറഞ്ഞിട്ട് കഷ്ടപ്പെട്ട്. ഇത് ഞാൻ എന്തിനാ നിങ്ങളോട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് അത്ര ഒരു വലിയ ചിന്തയായി തോന്നില്ല. പക്ഷെ നാളെ നിങ്ങളുടെ കുട്ടികൾ ഈ സംസ്കൃതിയിൽ നിൽക്കുമെന്നതിന് എന്ത് തെളിവുണ്ട്, എന്ത് ഉറപ്പുണ്ട്? കാരണം നിങ്ങളുടെ കുട്ടികൾക്ക് തന്നെ ഇതിന്റെ ഒരു ABCD അറിയില്ല. They don't know anything about ഹിന്ദു കൾച്ചർ. അവർക്ക് ഈ അമ്പലത്തിൽ പോവുക, തൊഴുതു പോവുക എന്നല്ലാതെ വേറെന്താണ് അവർക്ക് അറിയാം? അപ്പൊ അവരുടെ കുട്ടികൾ, നെക്സ്റ്റ് ജനറേഷൻ, അവരിതിൽ എത്ര കാലം നിൽക്കും? അപ്പം വരുന്ന തലമുറകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ സംസ്കൃതിയിൽ നിന്നും അകന്ന് പോകുന്ന ഒരു ജനറേഷനെയാണ് നമ്മൾ വാർത്തെടുക്കുന്നതെങ്കിൽ അതിൽ നിന്ന് മാറ്റം വരുത്തണം. അതിനാണ് നമുക്ക് ഇത്തരത്തിലുള്ള സത്സംഗങ്ങൾ. അപ്പൊ ആ സത്സംഗങ്ങൾ മാത്രം പോരാ, നിങ്ങൾ ഗീത പഠിക്കാൻ തയ്യാറാണ്. കുട്ടികളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അതിനുള്ളൊരു എബിലിറ്റി ഉണ്ട്.
നോക്കൂ, ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ഗീതാ പുസ്തകമൊക്കെ എടുത്ത് ഇന്നത്തെ മോഡേൺ രീതിയിൽ പറഞ്ഞു നോക്കൂ. നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളോട് വലിയ റെസ്പെക്ട് വരും. കാരണം ഈ കുട്ടികളുടെ ജീവിതത്തിന് വേണ്ടുന്ന പല ടിപ്സുകളും ഒരുപക്ഷെ അവര് ജസ്റ്റ് ഒന്ന് കേൾക്കുകയായിരിക്കും. പക്ഷെ എന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ ഒരു പ്രോബ്ലം വരുമ്പോൾ അതെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്നുള്ള ഒരു പോയിന്റ് അവർക്ക് അതിൽ നിന്ന് ഓർക്കാൻ പറ്റിയാല് പെട്ടെന്ന് അവർക്കത് ആ ഒരു ഗീതാ പഠനം അവരെന്തെങ്കിലും ഓർക്കാതിരിക്കില്ല. എനിക്ക് ഇത് മുമ്പ് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിത് വളരെയധികം പ്രയോജനം ചെയ്തു എന്ന് എത്രയോ ആൾക്കാർ എന്നോട് പറയുന്നുണ്ട്. സ്വാമിജി, നിങ്ങളുടെ പ്രഭാഷണം കേട്ടിട്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് പലപ്പോഴും ഇത് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഞാൻ അത്ര ഒരു മെന്റൽ പ്രോബ്ലത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ പ്രഭാഷണത്തിലെ ചില കാര്യങ്ങൾ അതെടുത്തുകൊണ്ട് ഞാൻ അതിനെ ഓവർകം ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. അതുപോലെ നാളെ നിങ്ങളുടെ കുട്ടികൾക്കും അങ്ങനെ ഇത് പ്രയോജനം ചെയ്യും, ഒരു സംശയം വേണ്ട. കാരണം ഗീതയൊക്കെ അങ്ങനെ കൃഷ്ണൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ ഒരു മനസ്സിനെ പരിവർത്തനം വരുത്തുന്ന വിജ്ഞാനമാണ്. അപ്പോ ഇവിടെ അർജുനന്റെ കാര്യം മുഴുവൻ പറഞ്ഞില്ലേ? അപ്പൊ അർജുനൻ പറഞ്ഞു എങ്ങനെയാണ് ഇവരെയൊക്കെ കൊല്ലുന്നത്. അപ്പൊ കൃഷ്ണൻ പറയുന്ന മറുപടി എന്താണെന്നറിയും? അർജുനോട് പറയുന്നത്, നീ ഇപ്പോൾ പറയുന്ന വലിയ ഫിലോസഫി അറിവ് കൊണ്ട് പറയുന്നതല്ല. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം രക്തോത്തിഷ്ഠ പരന്തപ. നിന്റെ മനസ്സ് അർജുന ഈ പ്രോബ്ലത്തെ അല്ലെങ്കിൽ ഈ ചാലഞ്ചിനെ ഫേസ് ചെയ്യാൻ കേപ്പബിൾ അല്ല. അപ്പൊ നീ നിന്റെ വീക്ക്നെസ്സിനെ മറച്ചു വെച്ചുകൊണ്ട് നീ ഇപ്പൊ ജസ്റ്റിഫൈ ചെയ്യാണ്, നീ ആരെയൊക്കെയോ കുറ്റപ്പെടുത്തുകയാണ്. അപ്പോ ഇത് സത്യത്തിലുണ്ടല്ലോ ഇന്ന് എല്ലാ കുട്ടികളും പഠിക്കണം. കാരണം എസ്പെഷ്യലി എനിക്ക് ആൺകുട്ടികളോട് പറയാനുള്ളത്, നമ്മൾ ആൺകുട്ടികളോട് പ്രത്യേകിച്ച് പറയണം. കാരണം ആൺകുട്ടികൾ കുറച്ചുകൂടി ലൈഫിനെ ഈസി ആയിട്ട് കാണുന്നവരാണ്. പെൺകുട്ടികളെ ലൈഫിനെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുത്ത് അവർ വളരെ ഡെഡിക്കേറ്റ് ആയിട്ട് പഠിക്കും. അപ്പൊ അവര് പഠിച്ച് അവർ കുറച്ചുകൂടിയും അവരുടെ ഒരു ജീവിതത്തിൽ ഒരു ഉറപ്പ് വരുത്തും. ആൺകുട്ടികൾക്ക് അങ്ങനെ ഒരു ജീവിതത്തിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് എടുത്ത് അവര് ടേക്ക് ഇറ്റ് ഈസി എന്നുള്ള ആ പോളിസിയിൽ ജീവിക്കുമ്പോൾ കുറെ കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ, പെൺകുട്ടികളൊക്കെ ഹൈ പൊസിഷനിലേക്ക് പോകുന്നു, ആൺകുട്ടികളൊക്കെ ഏതെങ്കിലും ചെറിയ ചെറിയ ജോലികളിൽ അങ്ങനെ പോകുന്നു, കുറച്ചു പേരൊക്കെ രക്ഷപ്പെടും. അപ്പോഴാണ് ഈ ആമ്പിള്ളേര് മനസ്സിലാക്കുന്നത് നമ്മൾ പുറകിലാണ്. പിന്നീട് കല്യാണമൊക്കെ കഴിഞ്ഞ് അച്ഛനോ അമ്മയോ കല്യാണമൊക്കെ കഴിച്ചു കൊടുത്താലും കുറെ കഴിഞ്ഞാൽ ഉണ്ടല്ലോ, കല്യാണം കഴിച്ചിരിക്കുന്ന പെൺകുട്ടികൾ ഇപ്പൊ ഹൈലി ക്വാളിഫൈഡ് ആവും, ആൺകുട്ടികൾ അത്ര ക്വാളിഫൈഡ് ആവില്ല. ഇനി ക്വാളിഫൈഡ് ആയാൽ പോലും കേപ്പബിൾ ആവില്ല. പെൺകുട്ടികളുടെ അത്ര ഒരു, ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഹിന്ദു മതത്തില് പെൺകുട്ടികളാണ് പലപ്പോഴും പല കാര്യത്തിലും കേപ്പബിൾ ആയി മാറുന്നത്. ബാങ്കിലെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങള്, എല്ലാ കാര്യം, മറ്റതെല്ലാം കുറെ മൊബൈലിൽ അഡിക്റ്റഡും കുറെ ഫ്രണ്ട് സർക്കിളും ഒക്കെ ആയിട്ട് അവരുടെ ലോകം അങ്ങനെ തിരിയുമ്പോൾ കുറെ കഴിഞ്ഞാൽ ഇവർക്ക് ലൈഫിലേക്ക് വരുമ്പോഴാണ് മനസ്സിലാവുക ഈ പെൺകുട്ടിയുടെ കേപ്പബിലിറ്റി ഒന്നും എനിക്കില്ല. കുറെ കഴിഞ്ഞാൽ ഈ പെമ്പിളരെ ആമ്പിളരെ മൈൻഡ് ചെയ്യില്ല. കാരണം ഇവരുടെ ആ ഒരു എബിലിറ്റിയും അവരുടെ ആ കഴിവും നോക്കുമ്പോൾ ഇവൻ വെറുതെ ഒരു പൊട്ടൻ, ഇവൻ 24 മണിക്കൂർ ഈ മൊബൈലിൽ കളിക്കുക അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് സംസാരിക്കുക, കുറെ കഴിഞ്ഞാൽ റെസ്പെക്ട് പോകും. അപ്പൊ നമ്മുടെ ആൺകുട്ടികളുടെ ആ റെസ്പെക്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റില്ല, ആ ലൈഫ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അത് ഭയങ്കര ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ടാണ് ഇന്ന് ഒരുപാട് ആൺകുട്ടികൾ ഡൈവേഴ്സ് നോക്ക് നിങ്ങൾ കുറെ കൂടി വരുന്നതും, കുറെ ആമ്പിള്ളേർ കുറെ കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഫിസിക്കൽ രോഗങ്ങളായി മാറി. കാരണം മെന്റൽ സ്ട്രെസ്സും മെന്റൽ ഡിപ്രഷനും കൂടുമ്പോൾ ഫിസിക്കൽ രോഗങ്ങൾ കൂടും എന്നതിൽ ഒരു സംശയം വേണ്ട. അതുകൊണ്ട് ഈ ഒരു ഗീതയൊക്കെ നമ്മുടെ കുട്ടികളെ ഉണ്ടല്ലോ കേപ്പബിൾ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ എന്ത് തന്നെ പ്രശ്നങ്ങൾ വന്നാലും അതിൽ നിങ്ങൾ ഷാറ്റേഡ് ആവാതിരിക്കണമെങ്കിൽ 3 ക്വാളിറ്റി നിങ്ങൾക്ക് വേണം. ജീവിതത്തിൽ 3 കാര്യങ്ങൾ വേണം. അതിലൊന്നാമത്തതാണ് നമ്മുടെ കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. ഈ കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യുന്നവർക്ക് മുന്നോട്ട് പ്രോഗ്രസ് ഉള്ളൂ. ജീവിതത്തിൽ ഈ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കാര്യം കിട്ടിയാലും അത് പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാനുള്ള എബിലിറ്റിയുടെ പേരാണ് കോൺസെൻട്രേഷൻ. അല്ലാതെ പുസ്തകം നോക്കി ഇരിക്കുന്നതല്ല. കുട്ടിക്കാലത്തൊക്കെ നമ്മളോട് പറയാം കോൺസെൻട്രേറ്റ് ചെയ്ത് വായിക്കണം എന്നാണ്, അത് ബുക്കിൽ നോക്കിയിരിക്കുന്നതാണ്. എന്നാൽ നമ്മൾ ഏൽക്കുന്ന ഏതൊരു കാര്യം അത് പെർഫെക്റ്റ് ആയി ചെയ്യാനുള്ള ആ ഫോക്കസിങ് പവറിന്റെ പേരാണ് കോൺസെൻട്രേഷൻ. അപ്പൊ അത് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ചില പ്രാക്ടീസ് ചെയ്യണം. ബ്രെയിനിനെ നമ്മൾ അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്യണം. മാനേജ്മെന്റ് കാലഘട്ടമാണല്ലോ. അപ്പൊ മൈൻഡ് മാനേജ്മെന്റ് എന്നൊരു അതിനെയാണ് സാധന എന്ന് പറയാം. ഹിന്ദു മതത്തിൽ സാധന ചെയ്യുന്നത് അതിനാണ്.
അതിനാണ് നിങ്ങൾ വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും ഒക്കെ ചൊല്ലേണ്ടത്. ഡെയിലി നിങ്ങൾ വിഷ്ണു സഹസ്രനാമം ചെയ്തു നോക്കൂ. നിങ്ങൾ എന്ത് ജോലി ഏറ്റെടുത്തോ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു എബിലിറ്റി നിങ്ങളുടെ ബ്രെയിൻ സിസ്റ്റത്തിന്, നിങ്ങളുടെ മൈൻഡ് സിസ്റ്റത്തിന് വരും. അതായത് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് പ്രധാനമായി 2 പാർട്ടാണ്, ഇന്റലക്ച്വൽ പാർട്ട്, ഇമോഷണൽ പാർട്ട്. ഈ ഇമോഷൻ വളരെ ഡൗൺ ആകുമ്പോഴാണ്, ഇമോഷൻ വളരെ ഡിസ്റ്റർബ്ഡ് ആകുമ്പോഴാണ് ഇന്റലക്ച്വലി നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ ഇമോഷൻ കണക്ട് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ സ്ട്രെസ്, ടെൻഷൻ ഒക്കെ വരുന്നത്, ജോലി ബോറിംഗ് ആയിട്ട് മാറുന്നത്. എന്നാൽ ഡെയിലി വിഷ്ണു സഹസ്രനാമം ചൊല്ലി ശീലിക്കുന്ന ആളുകൾക്ക് ഏത് ജോലിയും എൻജോയ് ചെയ്യാനും ഏതൊരു ജോലിയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനും സാധിക്കും. കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലൊരു കാര്യം ചെയ്യുമ്പോൾ തന്നെ അത് പെർഫെക്റ്റ് ആകുമ്പോൾ നിങ്ങളോട് ബഹുമാനം തോന്നും. പീപ്പിൾ റെസ്പെക്ട് ചെയ്യും. നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നത് നമ്മുടെ പ്രൊഫഷൻ നോക്കിയിട്ടല്ല, റെസ്പെക്ട് ചെയ്യുന്നത് നമ്മുടെ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടല്ല, നമ്മളെ ക്വാളിറ്റി ഓഫ് വർക്കാണ്. എന്ത് ചെയ്യുന്നോ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്താൽ നമ്മളോട് റെസ്പെക്ട് ഉണ്ട്. അതിന് എഡ്യൂക്കേഷൻ വേണമെന്നില്ല. അതുകൊണ്ട് ഇത്തരം കോംപ്ലക്സിലൊന്നും നമ്മൾ ജീവിക്കേണ്ട കാര്യമില്ല. ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യുക, അതാണ് ഒന്നാമത്തെ കാര്യം. അതിന്റെ പേരാണ് ഫോക്കസ്. രണ്ടാമത്തതാണ് കോൺഫിഡൻസ്. എന്ത് പ്രശ്നങ്ങൾ വന്നാലും നെഗറ്റീവായി ചിന്തിക്കുക. അയ്യോ പ്രോബ്ലം ചാറ്റേഡ് ആവരുത്. അവിടെയാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കേണ്ടത്. എന്തു വന്നാലും ഭഗവാൻ ഒരു വഴി കാണിക്കും, അതിനൊരു മാർഗം ഉണ്ടാവും. അപ്പൊ നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതിന് കറക്റ്റ് ആളുകളെ കണക്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധി നമുക്കുണ്ടാവണമെങ്കിൽ അതിനും നമുക്ക് ഈ സാധനയൊക്കെ വേണം, സത്സംഗം വേണം. ഈ സത്സംഗം ചെയ്യുമ്പോഴല്ലോ കുറെ ആളുകളുമായിട്ടുള്ള കണക്ഷൻ. ഇപ്പൊ നിങ്ങൾ നോക്കൂ, 10 22 പേരാണെങ്കിൽ പോലും, 25 പേരാണെങ്കിൽ പോലും, അപ്പൊ നിങ്ങൾ അങ്ങനെ കണക്റ്റഡ് ആവുമ്പോൾ നിങ്ങളിൽ തന്നെ ഒരു പരസ്പരം ഹെൽപ്പ് ചെയ്യാനുള്ള മൈൻഡൊക്കെ ഡെവലപ്പ് ചെയ്ത് വരും. ആർക്കെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അപ്പൊ കറക്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടും. നിങ്ങൾ നോക്കൂ, പാണ്ഡവന്മാർക്ക് കിട്ടിയതും കൗരവന്മാർക്ക് കിട്ടാത്തതും അത്തരത്തിലുള്ള ഗൈഡൻസ് ആണ്. പാണ്ഡവന്മാരുടെ ഭാഗ്യം എന്ന് പറയുന്നത് കൃഷ്ണനുമായിട്ടുള്ള കണക്ടിവിറ്റിയാണ്. അതാണ് സത്സംഗം എന്ന് പറയുന്നത്. ആ കൃഷ്ണനുമായിട്ട് അവർക്ക് ആ കണക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ മഹാഭാരത യുദ്ധത്തിൽ അവർ തോൽക്കുമായിരുന്നു. പല സന്ദർഭത്തിൽ നിങ്ങൾ നോക്കൂ, ദ്രോണാചാര്യരെ വധിക്കണം, ഇംപോസിബിൾ ആണ്. അതിന് കൃഷ്ണൻ ഒരു അടവ് വീഴ്ചു. യുധിഷ്ഠിരനോട് പറഞ്ഞു, ധർമ്മപുത്രനോട് പറഞ്ഞു. ധർമ്മപുത്രൻ എന്ത് പറഞ്ഞാലും അത് സത്യമാണെന്ന് ദ്രോണാചാര്യർക്ക് പോലും ഉറപ്പാണ്. അതുകൊണ്ട് ഉറക്ക വിളിച്ചു പറയാൻ പറഞ്ഞു. അശ്വത്ഥാമ എന്ന് ഉറക്കെ പറയണം, കുഞ്ചര എന്ന് പതുക്കെ പറയണം. കുഞ്ചര എന്ന് പറഞ്ഞാൽ ആന, ഹത എന്ന് ഉറക്കെ പറയണം. അപ്പൊ ഈ ദ്രോണാചാര്യർ എന്താ കേൾക്കുന്നത്? അശ്വത്ഥാമ ഹത, അതായത് തന്റെ പുത്രൻ കൊല്ലപ്പെട്ടു. അശ്വത്ഥാമ എന്ന് പറഞ്ഞാൽ ദ്രോണാചാര്യന്റെ പുത്രനാണ്. പക്ഷെ ഇവരൊരു ആനയുടെ പേരാ ഈ അശ്വത്ഥാമ എന്നുള്ള രീതിയിൽ പറഞ്ഞത്. അശ്വത്ഥാമ എന്ന ആന കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഒരു ആന അവിടെ ചത്ത് കിടക്കുന്നുണ്ട്. അപ്പൊ ആ ആനയുടെ പേര് അശ്വത്ഥാമാവ് അപ്പം കൃഷ്ണ ഇട്ടതാ, അല്ലാതെ അശ്വത്ഥാമാവൊന്നുമല്ല. അശ്വത്ഥാമ കുഞ്ചരഹത ഇത് ഉറക്കെ പറഞ്ഞപ്പോ ദ്രോണാചാര്യൻ വിശ്വസിച്ചു. ആ സമയത്താണ് കൃഷ്ണദ്യുമ്നൻ ആ ദ്രോണാചാര്യൻ വീഴ്ത്തുന്നത്. അപ്പൊ നോക്കൂ, മഹാഭാരത യുദ്ധത്തില് ആദ്യത്തെ അവരുടെ ഒരു വലിയ നെട്ടും തൂണ്, ഏറ്റവും വലിയ ശക്തി പാണ്ഡവന്മാർക്ക് വീഴ്ത്താൻ സാധിച്ചത് എവിടെ, എങ്ങനെ ഒരു യുദ്ധം ചെയ്യണമെന്നുള്ള ചില ടാക്ടിക്സ്. ഇവര് സ്റ്റക്കായി കിടക്കുകയാണ്. കാരണം ദ്രോണാചാര്യർ എങ്ങനെ കഥം ഭീഷ്മമഹം ദ്രോണം മധുസൂദന വിഷുവിപ്രതിയോത്സാമി എന്ന് പറഞ്ഞ് സ്റ്റക്കായിട്ടിരിക്കുകയാണ്. ദ്രോണാചാര്യ വീഴ്ത്തൽ എളുപ്പമല്ല, ഭീഷ്മരെ വീഴ്ത്തൽ എളുപ്പമല്ല. അപ്പൊ ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും ഇവരുടെ പ്രോബ്ലത്തിന് മുമ്പിൽ അല്ലെങ്കിൽ ചാലഞ്ചിന് മുമ്പിൽ കൃഷ്ണൻ ഒരു സൊല്യൂഷൻ എത്തിക്കുകയാണ്. ഭീഷ്മാചാര്യ വീഴ്ത്തുന്നതിന് മുമ്പ് ഭഗവാൻ പറഞ്ഞു പാണ്ഡവരോട്, ആരും പോവരുത്, നിങ്ങൾക്ക് കഴിവില്ല, നിങ്ങൾക്ക് പറ്റില്ല ഭീഷ്മരെ. എനിക്ക് പോലും ഭീഷ്മരെ വീഴ്ത്താൻ പറ്റില്ല. ഒരേ ഒരാളേ ഉള്ളൂ, അത് ശിഖണ്ഡിയാണ്. ആ ശിഖണ്ഡി എന്ന് പറഞ്ഞാൽ എല്ലും തോലായിട്ടുള്ള ഒരു മനുഷ്യനാണ്. എങ്ങനെ ശിഖണ്ഡിക്ക് പറ്റുക? ശിഖണ്ഡിയെ കണ്ടാൽ അപ്പം ഭീഷ്മര് തിരിഞ്ഞു നിൽക്കും. അപ്പം നിങ്ങൾ യുദ്ധം ചെയ്തു. ഈ തരത്തിലുള്ള ടെക്നിക്കുകൾ കൃഷ്ണൻ പറഞ്ഞു കൊടുത്തില്ലായിരുന്നെങ്കിൽ പാണ്ഡവർ എവിടെ ജീവിക്കാൻ പോകുന്നു? ഇങ്ങനെ ഓരോ സന്ദർഭത്തിൽ ഞാനത് പറയാൻ പോയാൽ നിങ്ങൾക്കറിയാലോ, മഹാഭാരതം എന്ന് പറഞ്ഞാൽ ഒരു സാഗരമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള പ്രോബ്ലംസ് വരുമ്പോണ്ടല്ലോ, നമ്മൾ സ്വയം നോക്കുമ്പോൾ നമുക്ക് ഉത്തരമില്ല, സൊല്യൂഷൻ ഇല്ല. അപ്പോഴാണ് നമ്മൾ ടെൻഷൻ, സ്ട്രെസ്, ഡിപ്രഷൻ, ഫ്രസ്ട്രേഷൻ എന്നൊക്കെ പറയുന്നത്. എന്നാൽ പ്രോപ്പറായിട്ടൊരു കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ആരെങ്കിലും കറക്റ്റ് സമയത്ത് നമുക്കൊരു ഗൈഡൻസ് തന്നു കഴിഞ്ഞാൽ, ആ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ട്രെസ്സും ടെൻഷനും ഡിപ്രഷനും ഇല്ല. കാരണം നമുക്കതിനെ സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻ നമ്മുടെ മുന്നിലെത്തുകയാണ്.
അതാണ് കോൺഫിഡൻസ് വന്നത്. കോൺഫിഡൻസ് യു കനോട്ട് ക്രിയേറ്റ് ബൈ യുവർ സെൽഫ്. കോൺഫിഡൻസ് someone has to guide you, someone has to enlighten you. നിങ്ങളുടെ ഉള്ളിലേക്ക് ആ വെളിച്ചം എടുത്ത് തരണം. ആ വെളിച്ചം കിട്ടണമെങ്കിൽ നമുക്ക് സത്സംഗം വേണം, കണക്ഷൻസ് വേണം, നല്ല ബന്ധങ്ങൾ വേണം. അത് നമുക്ക് തന്നെ സ്വയം കണ്ടെത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നത് അത് ഓവർ കോൺഫിഡൻസ് ആണ്, അത് ഫൂളിഷ് കോൺഫിഡൻസ് ആണ്. അതൊരു പക്ഷെ വർക്കൗട്ട് ആവില്ല. അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. അർജുനനും കർണനും തമ്മിലുള്ള വ്യത്യാസം അതാണ്. കർണൻ ഇത്തരത്തിലുള്ള ഫൂളിഷ് കോൺഫിഡൻസിൽ ജീവിച്ചുകൊണ്ട് സ്വന്തം ജീവിതം പോയി കിട്ടി. നേരെ മറിച്ച് അർജുനൻ അതല്ല. അർജുനൻ പല പ്രശ്നങ്ങളും വരുമ്പോൾ കൃഷ്ണന്റെ മുഖത്തേക്കാണ് നോക്കുന്നത്. കൃഷ്ണൻ കണ്ണുകൊണ്ടും വാക്കുകൊണ്ടും കൃഷ്ണൻ ഗൈഡ് ചെയ്യുമ്പോൾ ആ വഴിക്ക് പോകുന്ന സമയത്താണ് അർജുനന് വിജയിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് സത്സംഗം ജീവിതത്തിൽ ആവശ്യമാണ്. സത്സംഗമാണ് പലപ്പോഴും നമുക്ക് മോട്ടിവേഷൻ തരുന്നത്. സത്സംഗമാണ് നമുക്ക് ഇൻസ്പിറേഷൻ തരുന്നത്. സത്സംഗമാണ് നമുക്ക് പ്രോപ്പർ ഗൈഡൻസ് കിട്ടുന്നത്. സത്സംഗമാണ് നമുക്ക് ഒരു കോൺഫിഡൻസ് ജനറേറ്റ് ചെയ്യാനുള്ള ശക്തി തരുന്നത്. അതുകൊണ്ട് സത്സംഗം വേണം. നിങ്ങൾ വളരെ നല്ല ഒരു റൂട്ടിലൂടെയാണ് ഇപ്പൊ പോകുന്നത്. എല്ലാ ആഴ്ചയിലും നിങ്ങൾ എല്ലാ മാസത്തിലൊരിക്കൽ കൂടുന്നു എന്ന് കേട്ടപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇത് കൂടുതൽ ശക്തിപ്പെടുത്തണം. കാരണം ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ പ്രയോജനം എന്ന് പറയാൻ പറ്റില്ല. നാളെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വിഷമം വരുമ്പോൾ ഈ വാക്കുകൾ നിങ്ങൾക്ക് പ്രയോജനം വരും. അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരമുള്ള ബന്ധങ്ങൾ നിങ്ങൾക്കൊരു ഇൻസ്പിറേഷനായി മാറും. അപ്പോഴാണ് ശരിക്കും റിയൽ കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ആവുന്നത്. അപ്പൊ ഒന്നാമത്തത് കോൺസെൻട്രേഷൻ, കോൺസെൻട്രേഷൻ അഥവാ നമ്മുടെ എബിലിറ്റി, രണ്ടാമത്തത് നമ്മുടെ കോൺഫിഡൻസ്, മൂന്നാമത്തത് നമ്മുടെ ജീവിതത്തിലുള്ള ഹാപ്പിനെസ്. നമ്മളുണ്ടല്ലോ ജീവിതത്തിൽ നിങ്ങൾ നോക്കൂ, ഈ നാമജപമൊക്കെ ചെയ്യുമ്പോൾ അത് കണ്ടിന്യൂസ്ലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ തന്നെ മൈൻഡ് ഈ നാമത്തിലൊക്കെ അങ്ങനെ രസിക്കാൻ തുടങ്ങും, ലയിക്കാൻ തുടങ്ങും. അപ്പൊ മ്യൂസിക് കേട്ട് ആളുകൾ രസിക്കുന്ന പോലെ നാമത്തിലൊരു രസം വരും, ഇതുപോലുള്ള സാധനകളിൽ രസം വരും. അപ്പൊ ഉള്ളിലൊരു സന്തോഷമുള്ളവര് മറ്റുള്ളവർക്ക് സന്തോഷം ഷെയർ ചെയ്യുന്നു. നിങ്ങളുടെ ഉള്ളിലുള്ളതേ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇഫ് യു ആർ റിച്ച് യു ക്യാൻ ഗിവ് സംതിങ്. ഇഫ് യു ആർ പുവർ, ഒരു പോവർട്ടി ഉള്ള ഒരാൾക്ക്, ബെഗർക്ക് എന്ത് കൊടുക്കാൻ സാധിക്കും? അപ്പൊ അവനവന് ഹാപ്പിനെസ് ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇപ്പൊ നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് പൊതുവേ നമ്മൾ യങ്സ്റ്റേഴ്സിന്റെ ഇടയിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറെ ഷോ ഹാപ്പിനെസ് ആണ്. എന്തൊക്കെയോ കയ്യിലുള്ളത് കൊണ്ട് അതാണ് അവർ സൗന്ദര്യത്തിലെ ഹാപ്പിനെസ് കാണുകയാണ്, അല്ലെങ്കിൽ അവരുടെ കയ്യിലെ ഗാഡ്ജറ്റ്സിൽ ഹാപ്പിനെസ് കാണാൻ, അവരുടെ കയ്യിലുള്ള കുറെ സാധനങ്ങളിൽ അവര് ഹാപ്പിനെസ് കാണാണ്, ഫാഷനിൽ ഹാപ്പിനെസ് കാണാൻ. ഇതൊക്കെ എത്ര കാലം നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ പറ്റും? അപ്പൊ റിയൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. അത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും നമുക്ക് സന്തോഷം ഷെയർ ചെയ്യണമെങ്കിൽ യു ഷുഡ് ബി റിച്ച് ഇൻ യുവർ ഹാർട്ട്. ആ ഹാർട്ട് റിച്ച് ആവണമെങ്കിൽ ആ ഹാർട്ടിനെ റിച്ച് ആക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ റെഗുലർലി ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒന്നിച്ച് വീടുകളിലൊക്കെ എനിക്ക് പറയാനുള്ളത്, വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും നമ്മൾ ഹിന്ദുക്കൾ ചൊല്ലേണ്ട സമയമായിരിക്കുന്നു. നമ്മുടെ വീടുകളിൽ ഇത് രണ്ടും പരിശീലിക്കണം. കാരണം നാമത്തിൽ ലയിക്കുന്നതോറും രണ്ട് കാര്യമാണ്. കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യും, നമ്മൾ ഒന്നിച്ച് ചൊല്ലുമ്പോൾ ആ സത്സംഗം ഉണ്ടാകും. മൂന്നാമത്തത് മനസ്സ് അതിൽ അങ്ങനെ ലയിക്കുമ്പോൾ, മനസ്സിൽ സന്തോഷം വരുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രോബ്ലം കൊടുക്കില്ല, നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരിക്കലും ടെൻഷൻ കൊടുക്കില്ല, നിങ്ങൾക്ക് ബിഹേവിയറിൽ മാറ്റം വരുന്ന കാണാം. കാരണം അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയർ നമുക്കറിയില്ല. ഇപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും നമ്മുടെ ബിഹേവിയർ പെർഫെക്റ്റ് ആണ്. പ്രായമാകും തോറും നമ്മുടെ ബിഹേവിയർ, നിങ്ങൾ ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോയി നോക്കും, എത്ര പേര് ഹാപ്പിയാണെന്നുള്ളത്, എത്ര പേര് റിയലി ഹാപ്പിയാണെന്ന് ഓൾഡ് ഏജ് ഹോമിൽ പോയാൽ കാണാൻ പറ്റും. എന്തേ അവർ ഹാപ്പി അല്ലാത്തത്? അപ്പൊ അവരുടെ ഹാപ്പിനെസ് ഒക്കെ യങ് ലൈഫിൽ തീർന്നു പോയോ? എന്തേ അവർ ഏജ്ഡ് ആയപ്പോ ഹാപ്പിനെസ് ഇല്ലാതെ? ഇപ്പൊ ആരും ഇല്ല, അവർക്ക് മക്കളൊക്കെ ദൂരെയാണ്, ഇപ്പൊ അവർ ഒറ്റപ്പെട്ടു. അതിൽ സന്തോഷിക്കുന്ന ചില ആൾക്കാരുണ്ടാവും. ആ ഓൾഡ് ഏജ് ഹോമിലും ഓൾഡ് ഏജിലും ഹോമിലൊക്കെ സന്തോഷിക്കുന്നവര്, മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്ന കുറച്ചുപേരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മളും അങ്ങനെ ജീവിക്കണ്ടേ? നമുക്കും ആ ഒരു ഹാപ്പിനെസ് കൊടുക്കണ്ടേ മറ്റുള്ളവർക്ക്? ആ ഹാപ്പിനെസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള നാമജപ സംസ്കാരങ്ങളൊക്കെ വേണം. അത് കുറെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സതിൽ ലയിച്ച് നിങ്ങൾക്കൊരു പരിവർത്തനം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ സന്തോഷം കൊടുക്കും. പ്രായമായാലും നമുക്കിതൊക്കെ കൊണ്ടു നടക്കാൻ സാധിക്കും. നമുക്കൊരു ബുദ്ധിമുട്ടാവില്ല, മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാവില്ല. അപ്പൊ നോക്കൂ, നിങ്ങൾ ഒരു പെർഫെക്റ്റ് ലൈഫ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള മാർഗങ്ങളാണ് നമ്മുടെ പൂർവികന്മാര് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സംസ്കൃതി നമ്മൾ കൊണ്ടു നടന്നാൽ നമുക്കതുകൊണ്ട് വലിയ പ്രയോജനമാണ്.
നമുക്ക് തലമുറയ്ക്കും ഇതൊക്കെ പകർന്നു കൊടുക്കാം. അപ്പൊ അവർക്കും ഒരു സന്തോഷമാണ്. ഞങ്ങളുടെ ചെറുപ്പത്തിൽ തന്നെ, ഇപ്പൊ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങള് ചെറുപ്പത്തിൽ സഹസ്രനാമൊക്കെ ചൊല്ലി ശീലിച്ചവരാണ്. ഇപ്പൊ ഞാൻ നോക്കുമ്പോ എന്റെ അച്ഛനൊക്കെ ചെയ്തിരിക്കുന്ന ഒരു വലിയ കാര്യം, കാരണം ഇന്നിപ്പോ അതുകൊണ്ട് വലിയൊരു ഗുണം കിട്ടുന്നുണ്ട്. അങ്ങനെ നമുക്ക് ആ ചെറുപ്പകാലങ്ങളിലുള്ള ശീലം, മറക്കുമോ മാനുഷനുള്ള കാലം, കാരാസ്കരത്തിൻ കുരുപാലിലിട്ടാൽ കാലാന്തരെ കയ്പ് ശമിപ്പതുണ്ടോ എന്നൊക്കെയുള്ള വരികൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പൊ ചെറുപ്പത്തിൽ തന്നെ ഇത്തരത്തിലുള്ള സംസ്കാരങ്ങള് നമ്മൾ കുട്ടികളിലേക്ക് പകർന്നു കൊടുത്താൽ അതൊരു വലിയ പരിവർത്തനം അവർക്ക് ഉണ്ടാക്കില്ലേ? അതുകൊണ്ടാണ് ഞാൻ ഈ 3 കാര്യങ്ങള് നിങ്ങളുടെ തലയിലേക്ക് ഇടുന്നത്. ഒന്ന്, സത്സംഗവും വേണം, സാധനയും വേണം. ഇപ്പൊ വിഷ്ണു സഹസ്രനാമം, അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമം നമ്മൾ എങ്ങനെങ്കിലും നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചെടുക്കണം. നിങ്ങൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിലേക്ക് നോക്കൂ, അവരെയൊക്കെ കണ്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കാലത്ത് എണീറ്റ് ആ കുട്ടികളെ, ഇപ്പൊ നിങ്ങൾ UK ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാലത്ത് തണുപ്പായാലും മദ്രസയിൽ അവർ പോയിരിക്കും. കുട്ടികളെ അവരവിടെ കൊണ്ടുപോയി അവരുടെ എല്ലാ ഖുർആനും പഠിപ്പിച്ച്, അതുകൊണ്ട് ആ കുട്ടികൾ വളരും തോറും ഞാൻ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ കണ്ട 2-3 കാര്യം. ഒന്ന്, യൂണിറ്റിയാണ്, വളരെ പവർഫുൾ യൂണിറ്റിയാണ്. രണ്ടാമത്തത്, അവരുടെ ആ ഒരു ആരെയും ഒരു പേടിയില്ല, ഒന്നിനൊരു പേടിയില്ല. കാരണം അവർ ആ റിലീജിയൻ കൊടുത്തിരിക്കുന്ന ഒരു പോളിഷ് കോൺഫിഡൻസ് ആണോ എന്ന് എനിക്കറിയില്ല, എന്തായാലും അവർക്ക് പേടിയില്ല. 3, അവരുടെ ജീവിതത്തിലുണ്ടല്ലോ അവരാ പരസ്പരം സഹായിക്കുന്ന ഒരു മൈൻഡ്, അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സഹായിക്കുകയാണ്. ഒരാളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ നോക്കുകയാണ്. നമ്മുടെ ഹിന്ദു മതത്തിന്റെ അവസ്ഥ നോക്കൂ, ആരും ഹെൽപ്പ് ചെയ്യാനും ഇല്ല, എല്ലാവരും അകന്നകന്ന്, ഒരു കുടുംബത്തിൽ തന്നെ അകന്നകന്ന്, ഒരു കണക്റ്റഡ് അല്ല. നമ്മള് ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 പേരും 4 അവസ്ഥയിലാണ്. എല്ലാവരും അവരവരുടെ മൊബൈലിൽ ഒതുങ്ങി ഒരു മൊബൈൽ വേൾഡിലിരുന്ന് നമ്മളൊരു പോളിഷ് ലോകത്തിൽ ജീവിക്കുകയാണ്. എല്ലാവരും പുറത്തു നോക്കുമ്പോൾ വീട്, ഫാമിലി എന്നൊക്കെ പറയാം, പക്ഷെ അകത്തെല്ലാവരും ഇൻഡിവിജ്വൽ ആണ്. അവരവരുടെ സ്പേസിൽ ഒതുങ്ങി നിൽക്കുകയാണ്. നമുക്ക് കളക്റ്റീവായിട്ട് ഒന്നുമില്ല. ഒരു അമ്പലത്തിൽ പോയാൽ തന്നെ നമ്മൾ വെറുതെ തൊഴുതു പോകുന്നു എന്നല്ലാതെ എന്തെങ്കിലും ഒരു പ്രാക്ടീസ് ഉണ്ടോ നമുക്ക്? അതുകൊണ്ട് തന്നെ നമ്മൾ ഈ യൂണിറ്റി ഇല്ല, മെന്റൽ സ്ട്രെങ്ത് ഇല്ല, പരസ്പരം ഹെൽപ്പിംഗ് മൈൻഡ് ഇല്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു റിലീജിയനായിട്ട് നമ്മൾ വളർന്നാൽ മതിയോ? സ്വയം ചോദിക്കൂ നിങ്ങൾ. അതെല്ലാം മാറ്റം ഉണ്ടാക്കണം. നമ്മുടെ കുട്ടികളും വളരെ പറഞ്ഞ പോലെ അവരും കേപ്പബിൾ ആവണം, കോൺഫിഡൻസ് ഉള്ളവരാവണം, അവർ മറ്റുള്ളവർക്ക് ഹാപ്പിനെസ് ഷെയർ ചെയ്യുന്നവരാവണം എന്നൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മള് ആ രീതിയിലേക്ക് നമ്മുടെ കുട്ടികളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. ആരോ ഒരാളുടെ സ്പീക്കറോ? ഓക്കെ. അപ്പൊ അതുകൊണ്ട് സോറി, അവർ കാര്യമായിട്ട് സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ ഇന്റർഫിയർ ചെയ്തു തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങള് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് കുട്ടികളെ നമുക്ക് ഒരു വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ നല്ലൊരു ഫൗണ്ടേഷൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചു. ഇനി ആ ഫൗണ്ടേഷൻ പ്രോപ്പർലി നമ്മളൊന്ന് എല്ലാവരും ആത്മാർത്ഥതയിൽ, വെറുതെ ഒരു കാഷ്വൽ ആയിട്ട് പങ്കെടുക്കാതെ സിൻസിയർ ആയിട്ട് നിങ്ങൾ പങ്കെടുക്കുക, സിൻസിയർ ആയിട്ട് നിങ്ങൾ ഇതിന്റെ അകത്ത് ഇൻവോൾവ് ആവുക. അതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും നമ്മൾ കമ്പൽസറി പഠിച്ചിരിക്കണം. കാരണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇത് മറ്റുള്ള മതങ്ങള് അവരുടെ മന്ത്രങ്ങൾ ചൊല്ലുന്ന പോലെയല്ല. ഈ മന്ത്രങ്ങൾക്ക് അത്രയും മഹത്വമുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഉപസംഹരിപ്പിക്കും. പിന്നെ ക്വസ്റ്റ്യൻ ആൻസറിലേക്കുള്ള സമയം ഇങ്ങനെ പോകുന്നുണ്ട്. എന്തിനാണ് ഈ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത്? ആ മന്ത്രത്തിന്റെ ശക്തി എന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കണേ. വിഷ്ണു സഹസ്രനാമം ഒറിജിനലി പറഞ്ഞത് ഋഷിവര്യന്മാരൊന്നല്ല. ഒറിജിനലി പറഞ്ഞത് ഭീഷ്മ പിതാമഹനാണ്. അദ്ദേഹം ശരശയിൽ കടന്ന് യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്തു എന്നാണ്. എന്തിനാണ് യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്തത്? മഹാഭാരത യുദ്ധം കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ വലിയ ഡിപ്രഷനിൽ പോയി. കാരണം അദ്ദേഹത്തിന് വലിയ ഗിൽറ്റ്. ഗുരുവിനെ കൊന്നത് ശരിയായില്ല, ഭീഷ്മരെ ചതിച്ചത് ശരിയായില്ല, ദുര്യോധനനെ കൊന്നത് ശരിയായില്ല, കർണനെ കൊന്നത് ശരിയായില്ല. ഇങ്ങനെയൊക്കെ ഓരോ ചിന്തകൾ. യുദ്ധം കഴിഞ്ഞു, രാജ്യം കിട്ടി, പക്ഷേ വി ഡിഡ് സം ഇൻജസ്റ്റിസ്. ഞാൻ തെറ്റാണ് ചെയ്തത്, നമ്മൾ ചെയ്യാൻ പാടില്ലായിരുന്നു, നമ്മൾ അവരോട് ഇങ്ങനെ ക്രൂരത കാണിക്കരുത് എന്നൊക്കെയുള്ളൊരു വല്ലാത്തൊരു ഗിൽറ്റ് ആളെ പിടിച്ചു. ആ ഗിൽറ്റ് ഡിപ്രഷനിൽ കൊണ്ടുപോയി. ഒരു ഡിപ്രഷൻ ലെവലിൽ കിടക്കുന്ന ഭീഷ്മരെയാണ് ഡിപ്രഷൻ ലെവലിൽ കിടക്കുന്ന യുധിഷ്ഠിരനെയാണ് ഭീഷ്മര് അവിടെ നിന്നും മാനസികമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നത്.
അപ്പൊ അവിടെ പറഞ്ഞു കൊടുക്കുന്നത് യസ്യ സ്മരണമാത്രേണ ജന്മസംസാര ബന്ധനാൽ വിമുച്യതേ നമസ്തസ്മേ വിഷ്ണവേ പ്രഭ വിഷ്ണവേ. ഈ വിഷ്ണു സഹസ്രനാമം മനസ്സിലുണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് നിന്നെ വിമുച്യതേ, നിന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നതാണ്. നിന്റെ മാനസിക അവസ്ഥയിൽ നിന്നും നിന്നെ ഉയർത്തിക്കൊണ്ടുവരും. അതുകൊണ്ട് നീ ഒരിക്കലും ഇത് വിടരുതെന്നാണ്. ഞാൻ അത്ഭുതപ്പെടുകയാണ്. നമ്മുടെ ഈ വിഷ്ണു സഹസ്രനാമം പിന്നീട് ഒരു വലിയൊരു മഹാൻ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, മാനസിക പ്രശ്നങ്ങൾക്കുള്ള ഉത്തമ മരുന്നാണ് വിഷ്ണു സഹസ്രനാമം. ഇത് മറ്റാരുമല്ല എഴുതി വെച്ചത്, ഇത് എഴുതി വെച്ചിരിക്കുന്നത് ചരക ഋഷിയാണ്. നിങ്ങൾക്കറിയാം, ലോകത്തിലെ ആദ്യത്തെ മെഡിക്കൽ ബുക്ക് എന്ന് പറയുന്നത് ചരക സംഹിതയാണ്. ലോകത്തിൽ തന്നെ ആദ്യത്തെ മെഡിക്കൽ ബുക്ക്. രോഗങ്ങളെ ഡയഗ്നോസ് ചെയ്യേണ്ട വിധവും എന്തൊക്കെ മെഡിസിൻസ് ആണ് അതിനെ കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ അത് ആദ്യമായി ലോകത്തിൽ അവതരിപ്പിച്ചത് ചരക ഋഷിയാണ്. 4000 വർഷം മുമ്പ് ചരക ഋഷി നമുക്ക് തന്നതാണ് ഈ ചരക സംഹിത. അതിൽ അദ്ദേഹം പറയാണ്, രോഗം 2 വിധത്തിലാണ്. നോക്കൂ, ഇന്ന് മോഡേൺ മെഡിസിൻ പോലും അവിടെ എത്തിയിട്ടില്ല. രോഗം 2 വിധത്തിലാണ്. ഒന്ന് നമ്മുടെ ബോഡി, നമ്മുടെ സെൻസ് ഓർഗൻസിനും ബോഡിക്കൊക്കെ ഉണ്ടാവുന്ന, ഇന്റേണൽ ഓർഗൻസിനൊക്കെ ഉണ്ടാവുന്ന രോഗങ്ങൾ. അതിനെ വ്യാധി എന്നാണ് അദ്ദേഹം വിളിച്ചത്. എന്നാൽ വ്യാധിയോടൊപ്പം തന്നെ ആദ്യം വരും സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ വരും. ഈ സൈക്കോളജിക്കൽ പ്രോബ്ലം വരുന്ന സമയത്ത്, അതായത് മാനസിക പ്രശ്നങ്ങൾ വരുമ്പോൾ ആ മനസ്സിനെ ബൂസ്റ്റ് ചെയ്യാനും മരുന്ന് വേണം. അപ്പൊ മനസ്സിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു സൈക്കോളജിക്കൽ മെഡിസിൻ ആണ് വിഷ്ണു സഹസ്രനാമം. അപ്പൊ അത് എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? വിഷ്ണു സഹസ്രനാമാനാം സർവാൻ രോഗാൻ വ്യബോഹതി. വിഷ്ണു സഹസ്രനാമം ചൊല്ലും തോറും മാനസികമായ ഒരു പോസിറ്റീവ് ഊർജം നമ്മളിൽ വരുമ്പോ ശരീരത്തിന്റെ രോഗം പോലും പെട്ടെന്ന് മാറുന്ന, ശരീരത്തിന്റെ രോഗങ്ങൾ പോലും മാറ്റാനുള്ള കഴിവ് വിഷ്ണു സഹസ്രനാമത്തിനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗത്തെ പിടിച്ചു നിർത്താൻ മനസ്സിന് സാധിക്കുന്നതാണ്. മനസ്സിന് കൺട്രോളിങ് പവർ ഉണ്ട്. രാമകൃഷ്ണ പരമഹംസരൊക്കെ ക്യാൻസർ കൊണ്ട് സഫർ ചെയ്തിരുന്നു. നിങ്ങൾ ചരിത്രം എടുത്തു നോക്കും. പക്ഷെ മൈൻഡ് കൊണ്ട് കൺട്രോൾ ചെയ്തുകൊണ്ട് അത് അഗ്രിവേറ്റ് ആയില്ല, അദ്ദേഹത്തിന് അത് നശിപ്പിച്ചില്ല. രമണ മഹർഷി എന്ന് പറയുന്ന ഒരു മഹാന് വലിയ ക്യാൻസർ രോഗമായിരുന്നു. മൈൻഡ് കൊണ്ട് അദ്ദേഹം കൺട്രോൾ ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തിന് അത് സിവിയർ ആയില്ല. അനവധി മഹാന്മാര് ഇവരൊക്കെ രോഗികളാണ്. സ്വാമി വിവേകാനന്ദൻ സിവിയർ പൈൽസിന്റെ അസുഖം അനുഭവിച്ച ആളാണ്. സ്വാമി ചിന്മയാനന്ദജി ഗുരുദേവ്, അദ്ദേഹത്തിനും ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ വളരെയധികം മെന്റലി അദ്ദേഹം അത് പിടിച്ചു നിർത്തി. അപ്പൊ വിഷ്ണു സഹസ്രനാമം ചൊല്ലുമ്പോൾ ഈ മെന്റൽ പവർ നമുക്ക് കിട്ടുമെങ്കിൽ നമ്മൾ ചൊല്ലാതിരിക്കണോ? അതൊരു വലിയ പവർ അല്ലേ? ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതല്ലേ? നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടതല്ലേ? അതുകൊണ്ടാണ് റിക്വസ്റ്റ് ചെയ്യുന്നത് വിഷ്ണു സഹസ്രനാമം. അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സ്ട്രെങ്ത് ആയിട്ട് മാറും. ഇനി ലളിതാ സഹസ്രനാമം ചൊല്ലുന്നതോ അതും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. വൈകുന്നേരങ്ങളിൽ ലളിതാ സഹസ്രനാമവും രാവിലെ വിഷ്ണു സഹസ്രനാമവും ചൊല്ലുന്നൊരു ശീലം ഉണ്ടാക്കുക. ലളിതാ സഹസ്രനാമം എന്തിനാണ്? രാവിലെ മുതൽ ജോലി ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ അക്യുമുലേറ്റഡ് ആവും. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും നമ്മൾ അറിയുന്നില്ല. ഇതെല്ലാം നമ്മുടെ മെമ്മറി സ്റ്റോറേജിൽ പോയി റെക്കോർഡ് ചെയ്യും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ റെക്കോർഡാവും. അപ്പൊ നമ്മൾ ആവശ്യമില്ലാത്ത മെമ്മറി നമ്മുടെ ഉള്ളിൽ വലിച്ച് കൂട്ടിവെക്കുമ്പോൾ പ്രായമാകുമ്പോൾ നമ്മുടെ ഉറക്കത്തെ അത് ഡിസ്റ്റേബ് ചെയ്യും. അങ്ങനെയാണ് ഇൻസോമിയ, പലതരത്തിലുള്ള ആൾക്കാർ കൽഷേമിയ നിറഞ്ഞ രോഗങ്ങള്. അതുപോലെ ചില ആളുകൾ കണ്ടില്ലേ നിങ്ങൾ, കൈയും കാലൊക്കെ വിറച്ച് ശരീരം എപ്പോഴും ഒരു 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 പോസിറ്റീവായിട്ട് അവർക്ക് കൊണ്ടു നടക്കാൻ പറ്റാത്തത്. ഈ തരത്തിലുള്ള പല സൈക്കോളജിക്കൽ പ്രോബ്ലങ്ങളും അതുപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂസും വരാം. അപ്പൊ അതുകൊണ്ട് വൈകുന്നേരം വരെയുള്ള തോട്ട്സ്, അത് ആവശ്യമില്ലാത്തതൊക്കെ ഡിലീറ്റ് ആയി പോവാൻ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മരുന്നാണ് ലളിതാ സഹസ്രനാമം. അപ്പൊ നമ്മൾ മൊബൈലിലൊക്കെ നമുക്ക് ആവശ്യമില്ലാത്തൊരു ഫോട്ടോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്തൊരു മെസ്സേജ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. എന്നാൽ മൈൻഡിൽ എങ്ങനെ ഡിലീറ്റ് ആവും? അതിന് ലളിതാ സഹസ്രനാമം. അപ്പൊ നമ്മുടെ മനസ്സ് പ്രായമാകും തോറും ഫ്രഷ് ആയിട്ടിരിക്കും. കൊച്ചു കുട്ടികളുടെ മൈൻഡ് എങ്ങനെയാണ്? വളരെ ഫ്രഷാണ്. കാരണം വേണ്ടാത്ത തോട്ട്സുകളില്ല. എന്നാൽ പ്രായമാകും തോറും പലതും കേട്ടാൽ മനസ്സിലാവില്ല, പലതും ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം മൈൻഡ് അത്രയും ഒരുപാട് മെമ്മറി അക്യുമുലേറ്റ് ചെയ്ത് സ്റ്റോറേജ് കൂടിക്കഴിഞ്ഞു. ഒരുപാട് സ്റ്റോറേജ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ പോലും ഹാങ് ചെയ്യുന്ന പോലെ ലൈഫും കുറെ കഴിഞ്ഞാൽ ഹാങ് ആവും. അപ്പം പലതരത്തിലുള്ള
നേരത്തെ പറഞ്ഞുള്ള പ്രശ്നങ്ങളൊക്കെ അവർക്ക് വരും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരാതിരിക്കാനും അതുപോലെ ആവശ്യമില്ലാത്ത മെമ്മറി നമ്മുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്യാതിരിക്കാനും നമ്മൾ ഉറങ്ങുന്ന സമയത്ത് സ്വസ്ഥമായിട്ട് ഉറക്കം കിട്ടാനും കൊച്ചുകുട്ടികൾ ഉറങ്ങുന്ന പോലെ നമുക്കും ഉറങ്ങാനും ഈ ലളിതാ സഹസ്രനാമം നമുക്ക് വലിയൊരു മെഡിസിനാണ്. കാരണം നമ്മുടെ ഉള്ളിലുള്ള ശിവശക്തി അത് ഉണർത്തുന്നു. അതാണല്ലോ അവസാനം ലളിതാ സഹസ്രനാമത്തിൽ പറഞ്ഞത്, ശിവശക്തി ഐക്യരൂപിനെ നമ. അപ്പൊ ഇപ്രകാരമൊക്കെ നമ്മുടെ പൂർവികന്മാര് നമുക്ക് തന്നിരിക്കുന്ന അമൂല്യമായ സമ്പത്തിനെ നമ്മൾ കൈവിടരുത്. നമ്മൾ ഇതൊക്കെ നമ്മുടെ ഹിന്ദുക്കളെ സംബന്ധിച്ച് എന്താ അറിയോ, നമുക്ക് അതിപര്യാ അവജ്ഞ എന്ന് പറയും. എല്ലാം കിട്ടിയിട്ട് അതിനോട് അവജ്ഞ കാണിക്കുക. നിധി തന്നിട്ട് അത് വേണ്ട, എനിക്ക് വേണ്ട, അങ്ങനെ ഒരു അവജ്ഞ നമ്മൾ കാണിച്ചു പോയാൽ അതൊരു മഹാഗുരുത്വദോഷവുമാണ്, നമുക്കാണ് നഷ്ടം. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് മലയാളികള് ഒന്ന് ഉണരേണ്ട സമയമാണ്. കാരണം നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരൊക്കെ വളരെയധികം സ്പിരിച്വലി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും നോർത്തിലൊക്കെ യാത്ര ചെയ്ത് നോക്കൂ, ഹനുമാൻ ചാലീസ് അറിയാത്തൊട്ട് ഇവിടെ നിങ്ങളെ UK തന്നെ പോയി നോക്കൂ. ഈ നോർത്ത് ഇന്ത്യൻ കുട്ടികളെ അവര് ഹനുമാൻ ചാലീസ് അറിയാത്ത ഒറ്റ കുട്ടികളും ഉണ്ടാവില്ല. എല്ലാവരും ഹനുമാൻ ചാലീസ ബൈ ഹാർട്ടായിരിക്കും. ചെറുപ്പത്തിൽ തന്നെ അവരെ പാരന്റ്സ് അവരതിലേക്ക് കൊണ്ടുവരും. അതുപോലെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കൂ നിങ്ങൾ, നമ്മളെക്കാളും ഐക്യവും ഒത്തൊരുമയും ഒക്കെ ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് അവര്. നമുക്കൊരു സത്സംഗവുമില്ല, നമുക്കൊരു സാധനയുമില്ല, നമുക്കാണെങ്കിൽ ഒരുപാട് ജാതീയ ചിന്തയും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ദുരഭിമാനം കൊണ്ട് ജീവിച്ച് അവസാനം തലമുറകൾ 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 നമ്മളിൽ നകന്ന് എന്ത് നേടി എന്നുള്ളൊരു ചോദ്യം നമ്മൾ ചോദിക്കും, വാട്ട് ഐ റിയലി അച്ചീവ്ഡ്. അതുകൊണ്ട് വെറും നമ്മളൊരു എക്കണോമിക്കൽ ഗ്രോത്ത് മാത്രം പോരാ, നമുക്കൊരു ഫാമിലി എന്ന് പറയണമെങ്കിൽ അതൊരു സ്പിരിച്വൽ ഓറിയന്റഡ് ഫാമിലി ആയിരിക്കണം. അതിനൊരു സ്പിരിച്വൽ കമ്മ്യൂണിറ്റി ഉണ്ടാക്കണം. അപ്പോഴാണ് നമുക്ക് സ്പിരിച്വൽ ഫാമിലി രൂപപ്പെടുക. അപ്പോഴാണ് നമ്മൾ ഇൻഡിവിജ്വലി നേരത്തെ പറഞ്ഞ കേപ്പബിളും അതുപോലെ കോൺഫിഡൻസും അതുപോലെ ഹാപ്പിനെസ്സും ഉള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമായി നിങ്ങൾ എല്ലാവരും മാറട്ടെ, അതിന് നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സുദിനം ധന്യമാക്കാൻ എന്നെ വിളിച്ചതിന് വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട്, ജയമഹതിയോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഉപസംഹരിപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു 10 മിനിറ്റ് സമയമുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദ്യം ചോദിച്ച് ആ കാര്യങ്ങൾ ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് ചോദിക്കാനുള്ള സമയമാണത്. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും അതുപോലെ ആയുരാരോഗ്യ സൗഖ്യവും നേരത്തെ പറഞ്ഞ ഈ മനഃശക്തിയും ഒക്കെ ഉണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹം ഉണ്ടാവട്ടെ.